ഇൽമിൻ്റെ ശ്രേഷ്ഠതയിൽ ഹദീസും ആയത്തും ധാരാളമുള്ളത് തന്നെയാണ് ഫളീലത്തും. ചോദിക്കൂ നബിയെ റബ്ബി സിദ്നി ഇൽമാ. ഇൽമിൻ്റെ ശ്രേഷ്ഠത തന്നെ ഇതിനാൽ വ്യക്തമാ. ചോദിക്കുവാൻ പറഞ്ഞില്ല റബ്ബും അധികവും, നബിയോട് ഇൽമല്ലാതെ മറ്റൊരു വസ്തുവും. അപവാനി തീയിൽ നിന്നുമെല്ലാം പിള്ളരെ കാക്കുന്നതും ഉലമാക്കളെന്നാലോകരെ. അള്ളാഹു ഇൽമിനെ മാഇനോടുപമിച്ചതാ, അതിലഞ്ചു കാര്യം നോക്കിയാൽ കാണുന്നതാ. ആകാശമിൽ നിന്നാം മത്തറിച്ചൊരിയുന്നത്, ഇൽമും അതിൽ നിന്നാണിറങ്ങി വരുന്നത്. മഴ കൊണ്ട് വേണം ഭൂമി നന്നാകേണ്ടത്, അതുപോലെ ഖൽഖും ഇൽമു കൊണ്ടാ വേണ്ടത്. സസ്യം കിളിച്ച് വരുന്നതും മഴ കൊണ്ടാ, അതുപോലെ ത്വാഅത്തും ഉലൂമും കൊണ്ടാ. ഇടിമിന്നിനുള്ളൊരു ശാഖയാ മഴത്തുള്ളികൾ, വഅദും വഈദിൽ നിന്നുമാണ് ഇൽമുകൾ. മഴ കൊണ്ട് ഗുണവും ദോഷവും വരലുണ്ട്, ഇതുകൊണ്ട് മറുപടി തന്നെ രണ്ടും ഉണ്ട്. അമലുള്ളവൻ അതുകൊണ്ട് ഫലവും, പിന്നെ ഇല്ലാത്തവൻ അതുകൊണ്ട് ഷർറും തന്നെ. ഈ അഞ്ചു കാര്യം റാസി രണ്ടിൽ ഉള്ളതാ, 180 പിന്നെ രണ്ടും വേണ്ടതാ. സുഹൃത്തുക്കളെ, ഈ ലോകമൊരു ഉദ്യാനമാ, ഒരു 5 കാര്യം കൊണ്ട് കാണാൻ ഇമ്പമാ. അതിലൊന്ന് ഉലമാഇൻ്റെ ഇൽമും, പിന്നെ ഉമറാക്കളിൽ നിന്നുള്ള അതിലും തന്നെ. ഉബ്ബാദിനുള്ള ഇബാദത്തും 3 തുജാറിനുള്ള അമാനത്തും 4. തൊഴിലാളികൾ തമ്മിൽ നസീഹത്തും 5. ഇവ 5 മൊത്താൽ ഭൂമി കാഴ്ചയിൽ മൊഞ്ച.